ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് മഹാനിയോഗം എന്ന ചോദ്യത്തിൻ്റെ പല ഉത്തരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നു. എൻ്റെ 8ാമത്തെ ഉത്തരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് നിർത്തിയത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രാദേശിക സഭയോട് ചേർന്ന ശിഷ്യന്മാരെ പരിപാലിക്കുന്നതാണ് മഹാനിയോഗം എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. അതിനെ സംബന്ധിക്കുന്ന വളരെ ചുരുക്കം ചില സത്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിലായിട്ട് പറഞ്ഞു നിർത്തിയല്ലോ. പരിപാലിക്കാനുള്ള നിയോഗത്തിൻ്റെ വേറിട്ടുള്ള ചില പ്രത്യേകതകൾ ഞാൻ ഒടുവിൽ പറയാനിടയായിട്ട് തീർന്നു. പത്രോസിന് ഈ നിയോഗം കൈമാറുമ്പോൾ ആവർത്തന വിരസത കൂടാതെ 3 വട്ടം ഇതാവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. അതുകൊണ്ട് മഹാനിയോഗത്തിൽ ഉൾപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രാധാന്യം ഈ നിയോഗത്തിനുണ്ട് എന്നുള്ളതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. 2ാമത്തെ കാര്യവും പറഞ്ഞായിരുന്നു. ഇടയശുശ്രൂഷ നന്നായി ചെയ്യുന്നതിലൂടെ ഒരു പ്രാദേശിക സഭയെ മഹാനിയോഗ നിർവഹണത്തിനായിട്ട് ഒരുക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ നന്നായിട്ട് ഇടയശുശ്രൂഷ ചെയ്താൽ ആ സഭ ആ പരിപാലനത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീരും. ഒരു സ്ഥലം സഭ പോകേണ്ടതുപോലെ പോകുമ്പോൾ ആ സഭയിലൂടെ ഈ മഹാനിയോഗ നിർവഹണം ഏറ്റവും നന്നായി നടക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോയില്ലെങ്കിലും ചിന്തിച്ചായിരുന്നു മഹാനിയോഗം ഏറ്റവും ശരിയായി നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലം സഭയ്ക്കാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ആ ബന്ധത്തിൽ ഓർക്കാനായിട്ട് കഴിയുന്നതാണ്. 3ാമതൊരു വേറിട്ട പ്രത്യേകത കൂടി ഞാൻ അവിടെ നിന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇടയ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം സഭയിലെ ആത്മീക നേതൃത്വത്തിന് സഭാകാന്തൻ നൽകുന്ന സംരക്ഷണം ഏറെ ഉന്നതമാണ്. നമ്മുടെ ഈ ക്ലാസ്സിൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വെളിപ്പാട് ദിവസം 2-3 അധ്യായങ്ങളിൽ നിന്ന് നമ്മുടെ സഭാകാന്തനെക്കുറിച്ചുള്ളതായ അനേക പ്രത്യേകതകൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നതാണ്. അതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞു പോയാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാനിയോഗം കൊടുത്ത ശേഷം കർത്താവ് ഒരനുഗ്രഹ വാഗ്ദത്തം നൽകുന്നുണ്ട്. ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. പക്ഷേ കർത്താവ് നൽകിയ ഇടയ ശുശ്രൂഷ നിർവഹിക്കുന്നവർക്ക് കർത്താവ് കൂടെ ഇരിക്കും എന്നുള്ളതിന് അപ്പുറത്തുള്ളതായ ഒരനുഗ്രഹ വാഗ്ദത്തം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേതാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചിന്തിച്ചായിരുന്നു ഈ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാണ്. ആ 7 നക്ഷത്രം എവിടെയാണ്? കർത്താവിൻ്റെ വലങ്കരത്തിലാണ്. അപ്പോൾ അതെത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളതായൊരു കാര്യമാണ്. കർത്താവ് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ ശ്രേഷ്ഠമായൊരു അനുഭവമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ
കർത്താവിൻ്റെ വലങ്കരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് അതിൽ തന്നെ എത്രയോ മഹത്തരമാണ്. നമ്മൾ സാധാരണ പാടുന്നതായൊരു പാട്ട് ഉണ്ട്, എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ വലങ്കരത്തിൽ പിടിച്ച് നമ്മെ നടത്തുന്നു എന്നുള്ളത് തന്നെ വലിയൊരാത്മിക അനുഗ്രഹവും പദവിയുമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ അതല്ല, അതിനേക്കാൾ ഒക്കെ അപ്പുറമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. ഓരോ സ്ഥലം സഭയുടെ ആത്മീക നേതൃത്വവും കർത്താവിൻ്റെ വലങ്കരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവമക്കളായ നമ്മളും കർത്താവിൻ്റെ വലങ്കരത്തിലുണ്ട് എന്നുള്ളതായ സത്യം നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ച് പറിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളിടത്തും ആ സുരക്ഷിതത്വം നമ്മുടെ കർത്താവ് വളരെ മനോഹരമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കർത്താവ് അങ്ങനെ പറയുമ്പോൾ അതിലൊരു കാതലായൊരു അപകട സൂചനയും ഉണ്ടല്ലോ. പിശാചെപ്പോഴും നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് മാറ്റാനായിട്ട് തന്ത്രപൂർവം ശ്രമിക്കുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ്റെ തന്ത്രത്തിൽ കുരുങ്ങാതവണ്ണം നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. സഭയിലെ ആത്മീക നേതൃത്വം അതിൽ തന്നെ എത്രയോ സുരക്ഷിതരാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, ഈ ഇടയ ശുശ്രൂഷ വളരെ ശ്രമകരമായൊരു ശുശ്രൂഷയാണ്. ഒത്തിരി ബദ്ധപ്പാട് ആവശ്യമുള്ളതായ ശുശ്രൂഷയാണ്. ഞെരുക്കം അനുഭവിക്കാനുള്ള ആവശ്യകതയുള്ള ശുശ്രൂഷയാണ്. ഇതൊക്കെ വാക്യങ്ങളിൽ നിന്നുള്ള വാക്കുകളാണ് ഞാൻ എടുത്തു പറയുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്കുള്ള നിയമനവും നിയോഗമുള്ള ആളുകളെല്ലാവരും ഇതിൻ്റെ ബദ്ധപ്പാട് വിചാരിച്ച് അങ്ങനെ പലപ്പോഴും ചെയ്തുവെന്ന് വരികയില്ല. അത് തൽക്കാലം വേണ്ട എന്ന് വിചാരിക്കാവുന്നതായ സാധ്യതയും ഉണ്ട്. പക്ഷേ നമ്മുടെ കൂടെ ഓർക്കുന്നൊരു വാക്യമാണ്, ഇതൊരു നല്ല വേലയാണ്. അപ്പം അതുകൊണ്ട് ഈ നല്ല വേല നിർവഹിക്കുന്ന ആളുകൾക്ക് കർത്താവിൻ്റെ വലങ്കരത്തിലുള്ള എല്ലാ സുരക്ഷിതത്വവും ഉണ്ട്. ഒത്തിരി വിശദാംശങ്ങൾ നമ്മൾ അതിൽ നിന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവസഭയിൽ ഒരു കാര്യം നേതൃത്വപരമായ ഉത്തരവാദിത്വത്തിൽ നിർവഹിക്കുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഭയപ്പെടേണ്ടതായ ആവശ്യം ഇല്ല. ആ വലങ്കരത്തിൽ എല്ലാ സുരക്ഷിതത്വവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവ് തന്നിട്ടുള്ള ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കുവാൻ സാധിക്കട്ടെ. അതൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കർത്താവിൻ്റെ വലങ്കരത്തിലിരുന്ന് തങ്ങൾക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതിന് അനുവാദമില്ല. കാരണം ചില ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമല്ലോ, അദ്ദേഹം ഇന്നയാളുടെ വലങ്കൈയാണ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ആൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നുള്ള അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടിയാണത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ വലങ്കരത്തിലാണ് സഭയുടെ ആത്മീക നേതൃത്വം. അപ്പോൾ ശരിക്കും സഭയെ ഭരിക്കുന്നത് കർത്താവാണ്. അതാണ് ദൈവവചനത്തിൽ നാം വ്യക്തമായിട്ട് കാണുന്നത്. അപ്പോൾ കർത്താവ് ഭരിക്കുന്നു, കർത്താവ് അതിനുള്ള ആളുകളെ നിയമിച്ച് ആ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ കർത്താവിൻ്റെ ഇഷ്ടം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ല എന്നുള്ളത്
അതിസൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വാക്യം ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ആ വാക്യം നമ്മളൊന്ന് വായിച്ചു പോകാം എന്ന് കരുതുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ദാവീദിനെക്കുറിച്ച് വളരെ മനോഹരമായൊരു സത്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രസക്തമായ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട് എന്നെനിക്കറിയാം. എങ്കിലും ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. യിശ്ശയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ്റെ ഹിതം എല്ലാം ചെയ്തു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവിടെ രണ്ട് വാക്കുകൾ ഞാനൊന്ന് അടിവരയിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ യിശ്ശയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അപ്പോൾ അങ്ങനെ കണ്ട് ആടുകളെ നോക്കുന്ന സ്ഥാനത്ത് നിന്ന് ദാവീദിനെ വിളിച്ച് കൊണ്ടുവന്ന് ദൈവജനത്തിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കേണ്ടതിനു വേണ്ടി ആക്കി എന്നുള്ളതാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദാവീദിൻ്റെ കാലമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നല്ല കാലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി കർത്താവിൻ്റെ ഭരണം വരുന്ന കാലവും ഏറ്റവും മനോഹരമായ കാലമാണ്. പക്ഷേ അത് ദാവീദിൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെടുത്തിയാണ് നമുക്ക് പ്രവാചക പുസ്തകങ്ങളിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിൻ്റെ കാലമൊക്കെ കഴിഞ്ഞും പ്രവാചകൻ പറയുന്നത് ഞാൻ ദാവീദിനെ അവർക്ക് രാജാവായിട്ട് നൽകും എന്നാണ്. എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ പുത്രനായ നമ്മുടെ കർത്താവിൻ്റെ ഭരണവും അതിലേക്കുള്ള വിരൽ ചൂണ്ടലായിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. ഒരാട്ടിടയ ചെറുക്കനെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് എത്രയോ ഉത്തരവാദിത്വമുള്ള ആ സ്ഥാനത്ത് ആക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വേറെ ഒരു കാരണം അതിനില്ല. എനിക്ക് ബോധിച്ച പുരുഷനായിട്ട് അവനെ കണ്ടു. പിന്നെ അടുത്ത വാചകത്തിൽ പറയുന്നത് അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്നുള്ളതായ സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ഒരു സ്ഥലം സഭയിൽ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ആരുടെ ഹിതം ചെയ്യാൻ നിയമിക്കപ്പെടുന്നവരാണ്? ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് നിയമിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്നുള്ളതായൊരു വാക്യവും നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലങ്കരത്തിൽ ഇരുന്ന് കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കുക എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ തന്നെ വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ഉത്തരവാദിത്വമാണ്. ഞാൻ ഈ വാക്യം കുറിച്ചപ്പോൾ അതിൻ്റെ ആദ്യ വാചകം ഒരു അപകട സൂചന പോലെ തോന്നുകയുണ്ടായി. ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ആരെ നീക്കിയത്? ശൗലിനെ നീക്കി. അപ്പോൾ ശൗല് രാജാവായ ആളാണ്. പക്ഷേ ദൈവത്തിന് ഒരാളെ നീക്കാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല. അതെന്നെ വളരെയധികം ഗൗരവമായി ചിന്തിപ്പിച്ചതായൊരു സത്യമാണ്. അപ്പോൾ ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ ആ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതൊരു മുന്നറിയിപ്പാണ്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിന് പകരം ശൗല് സ്വന്തം ഇഷ്ടം നിവർത്തിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവം വളരെ ഗൗരവമായിട്ട് ആ വിഷയത്തിൽ
ഇടപെടേണ്ടതായിട്ട് വന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ മഹാനിയോഗത്തിൽ ഈ വലിയ ഉത്തരവാദിത്വം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അതിൽ തന്നെ ഈ നിയോഗത്തിൻ്റെ മഹത്വമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് ഒരു സഭയെ പരിപാലിക്കുക എന്നുള്ളത് എത്രയോ മനോഹരമായ ഒന്നാണ്. ഞങ്ങൾ ഈ ദിവസം വായിക്കുന്ന വേദഭാഗത്ത് ഗിദെയോനിലൂടെ വലിയ വിജയം ഉണ്ടായപ്പോൾ ജനമെല്ലാം വന്ന് ഗിദെയോനോട് പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. നീ മാത്രമല്ല, നിൻ്റെ മകനും പിന്നെ മകൻ്റെ മകനും അങ്ങനെ ആയിരിക്കണം എന്ന് അവരുടെ ആ സന്തോഷം കൊണ്ട് ഗിദെയോനോട് പറയുന്നുണ്ട്. ഗിദെയോൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഞാനും നിങ്ങൾക്ക് രാജാവല്ല, എൻ്റെ മകനും ആവില്ല, ദൈവമാണ് നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് ഗിദെയോൻ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ മനോഹരമായൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ദൈവസഭയിൽ ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിച്ചാൽ അത് നിർവഹിക്കുമ്പോഴും സഭയുടെ ഭരണം കർത്താവാണ് നിർവഹിക്കുന്നത് എന്നുള്ളതായ ആ ബഹുമാനപൂർവമായ വിധേയത്വം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ആ വിധേയത്വം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് എല്ലാ വിനയത്തോടും സഭയുടെ ഉടമസ്ഥനുള്ളതായ ബഹുമാനത്തോടും കൂടി ആ കാര്യം നിർവഹിക്കാനായിട്ട് സാധിക്കും. അത് സാധിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചോദ്യത്തിന് 2 ഉത്തരം കൂടെ പറഞ്ഞ് ഈ പാഠം ഇന്ന് അവസാനിപ്പിക്കണം എന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. 9ാമത്തെ ഉത്തരമായിട്ട്, എന്താണ് മഹാനിയോഗം? ഒരു ശിഷ്യനെ ഗുരുവിനെ പോലെ ആക്കുന്നതാണ് മഹാനിയോഗത്തിൻ്റെ മഹത്വം. അപ്പോൾ പോയി പ്രസംഗിക്കാം, രക്ഷിക്കപ്പെടുന്ന ആളുകളെ സ്നാനപ്പെടുത്തണം, പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പഠിപ്പിച്ച് അവരെ ശിഷ്യപ്പെടുത്തണം. അപ്പോൾ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുമ്പോൾ ആ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ വളരെ ഉന്നതമായൊരു ലക്ഷ്യം ഉണ്ട്. സഭയിൽ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് പൊറുക്കണമെന്ന് വിചാരിച്ചല്ല അവരെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുന്നത്. പിന്നെയോ, ശിഷ്യൻ വളർന്നാൽ എവിടം വരെ വളരാം? ഗുരുവിനെ പോലെ ആകാം. ആ വാചകം നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അതിനൊരു വിശദീകരണമുണ്ട്. പക്ഷേ ആ വിശദീകരണത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മൾ പോകുന്നില്ല. കാരണം ആ വാക്യങ്ങൾ നമ്മൾ വിശദീകരിച്ചാൽ ഇന്ന് അത് വിശദീകരിക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിശദീകരണം നിങ്ങൾ സ്വന്തം ചിന്തിച്ചാൽ മതി. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല കർത്താവ് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം പിന്നെ ആ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഗുരു ഏറെ ഉപദ്രവിക്കപ്പെട്ടയാളാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗുരുനാഥൻ ഉപദ്രവിക്കപ്പെട്ടിടത്തോളം ലോക ചരിത്രത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ? ആരും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഈ വാക്ക് പറയുന്നത്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ നാമം ധരിച്ച് നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, ഗുരുവിനോട് അങ്ങനെ പെരുമാറിയെങ്കിൽ അതിനേക്കാൾ ആദരവോടെ നമ്മോട് പെരുമാറുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോൾ
നമ്മൾ ആരെപ്പോലെ ആവുകയാണ്? നമ്മുടെ ഗുരുവിനെ പോലെ ആവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും എതിർപ്പുകളുടെയും ഒക്കെ മുമ്പിൽ നമ്മുടെ കർത്താവിൻ്റെ അതേ മനോഭാവത്തോടെ നമുക്ക് അതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യത്തിൽ ധാരാളം വിശദാംശങ്ങൾ ലേഖനങ്ങളിൽ ഒക്കെ നമുക്ക് നൽകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഷ്ടതയൊക്കെ ഒരു വരമായിട്ടാണ് പൗലോസ് കാണാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ ആ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതിലൊന്നും അതിശയിക്കാനില്ല. എൻ്റെ ഗുരുനാഥൻ ഇതിനേക്കാൾ അധികം പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആളാണ് എന്നുള്ളതായ ആ ചിന്ത നമ്മെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരണം. ചെറിയാൻ സാറിൻ്റെ ഒരു പാട്ടിൽ നമുക്കെല്ലാം അറിയാവുന്നൊരു പാട്ട്, അത് മനോഹരമായി പറയുന്നുണ്ട്. നാഥന് മുൾമുടി നൽകിയ ലോകം, പിന്നെ നീ തരും പേരെനിക്ക് എന്തിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന് മുൾമുടിയാണ് ലോകം നൽകാനിടയായിട്ട് തീർന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ഗുരുനാഥനെ പോലെ ആകുന്നു എന്നുള്ളതായ ആ ബോധ്യം നമ്മെ ഭരിക്കുന്നത് അത് നമുക്കേറെ ആശ്വാസകരമായ കാര്യമായിരിക്കും. സാറിൻ്റെ ആ വാക്കിലൊരു വലിയ സന്ദേശം കൂടിയുണ്ട്. ലോകം തരുന്ന ആദരവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായ ആവശ്യം ഇല്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇത് ഒരു സാധാരണ ശിഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രയാസമായിരിക്കും. ഇതതിൻ്റെ പരിജ്ഞാനത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മൾ ഗുരുവിനെ പോലെ ആകുന്ന അനുഭവത്തിലേ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പൊക്കെ നമ്മൾ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞത് എന്നൊക്കെയുള്ളതായ ചിന്തകളും പരിഭവങ്ങളും ഒക്കെ നമ്മെ ഭരിച്ചു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ശരിക്കും മഹാനിയോഗത്തിൽ ഉൾപ്പെട്ടതായ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ആളുകളെ പഠിപ്പിക്കുവാനും ശിഷ്യപ്പെടുത്തുവാനും ഇടയായിട്ട് തീരുമ്പോൾ നമുക്കറിയാം, അങ്ങനെയുള്ള വ്യക്തികൾ യേശുക്രിസ്തുവിലുള്ള തികവിലേക്ക് വളർത്തപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഈ റെഫറൻസ് എഴുതിയിട്ടാൽ മതി, നമുക്കറിയാവുന്നതാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ പൗലോസും സഹപ്രവർത്തകരും എന്തിനാണ് വചനം ശുശ്രൂഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ആ വാക്യത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. അപ്പോൾ അതുകൊണ്ട് പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തോ ഒരു ഉന്നതമായ ലക്ഷ്യത്തിൽ നിവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി എന്നുള്ളതുകൊണ്ട്, യേശുക്രിസ്തുവിനെ അനുകരിച്ചു എന്നുള്ളതുകൊണ്ട് 1 കൊരിന്ത്യർ 11:1 നാം വായിക്കുന്ന പോലെ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന് ആഹ്വാനം ചെയ്യത്തക്കവണ്ണം അത് മുഖാന്തരമായിട്ട് തീർന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇന്ന് ഞാൻ ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്ത ഒരു കാര്യം, പൗലോസ് യേശുക്രിസ്തുവിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റി ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നു എന്ന് പ്രാഗൽഭ്യത്തോടെ പറയത്തക്കവണ്ണം ഒരുങ്ങി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. എന്നിട്ട് കൊരിന്തിലെ സഭ പൊതുവെ ആത്മീയമായി വളർച്ചക്കുറവുള്ള സഭയായിരുന്നു എന്നാണല്ലോ നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. അതിന് ചില ന്യായങ്ങളുമുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ പൗലോസ് വയ്ക്കുന്ന വലിയൊരു വെല്ലുവിളി എന്താണ്? നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെപ്പോലെയാകാം?
ക്രിസ്തുവിനെ പോലെയാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനിയോഗത്തിൽ ഉൾപ്പെട്ട ശിഷ്യത്വവും പരിപാലനവും ഒരു വ്യക്തിയെ എത്ര വലിയ രൂപാന്തരത്തിലേക്ക് ഉയർത്തും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമ്മളിവിടെ ഉൾക്കൊള്ളുകയാണ്. അപ്പം നമ്മുടെ കർത്താവ് തന്ന മഹാനിയോഗം ഏറ്റവും ശരിയായിട്ട് നിർവഹിക്കുമ്പോൾ കൃപയിലേക്ക് വരുന്ന ആളുകളിൽ വരുന്ന ആത്മീക വളർച്ച എത്രയോ മനോഹരമായിരിക്കും. അതുകൊണ്ട് ഈ വലിയ ലക്ഷ്യം നമുക്ക് സഭാജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ആത്മാക്കൾ രക്ഷിക്കപ്പെടണം, അവർ സഭയിൽ വരണം, സഭ വളരണം. അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കട്ടെ. പക്ഷേ അവിടെ തീരാൻ പാടില്ല. പിന്നെ വന്ന ആളുകൾ ആത്മീകമായി വളർന്ന് യേശുക്രിസ്തുവിലെ തികവിലേക്ക് എത്തുന്നിടത്താണ് മഹാനിയോഗ നിർവഹണത്തിൻ്റെ എല്ലാ മഹത്വവും വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ചിന്തിച്ചൊരു റെഫറൻസ് കൂടി ഇവിടെ ഒന്ന് ചേർത്ത് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ ഏറ്റവും സൂക്ഷ്മതയോടെ പിൻപറ്റിയ ഒരു ശിഷ്യനായിരുന്നു തിമത്തിയോസ്. മറ്റ് പല ശിഷ്യന്മാരും ഉണ്ടായിരുന്നെങ്കിലും തിമത്തിയോസിനെ പോലെ വേറൊരാൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്ക് തുല്യ ചിത്തനായി വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ തിമത്തിയോസ് പൗലോസിനെ പോലെ ആത്മീകമായി വളർന്ന ആളാണ്. അതിന് പല തെളിവുകൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്. തെളിവുകളിലേക്ക് ഞാനിപ്പോൾ പോകണ്ടെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ളൊരു വാക്യം ഒന്ന് വായിച്ചു പോകാം. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തിമോഥെയോസ് എങ്ങനെ പൗലോസിനെ സൂക്ഷ്മതയോടെ അനുകരിച്ചു എന്ന് നമ്മൾ കാണുന്നുള്ളൂ. ഒന്ന് വായിക്കുന്നേ ഉള്ളൂ. ആ വാക്യങ്ങളിൽ 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് തിമോഥെയോസ് അത് അനുകരിച്ച കാര്യം പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ടാണ് നാം കാണുന്നത്. ഒന്ന് വായിക്കാം. ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. 9 കൂട്ടം കാര്യങ്ങളവിടെ പറയുന്നുണ്ട്. അതിൽ ഒടുവിൽ പറയുന്ന ഉപദ്രവവും കഷ്ടമൊക്കെയാണ്. എന്നിട്ട് പറയുക, അതൊക്കെ നീ കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ ആ വാക്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കേവലം കണ്ടറിഞ്ഞു എന്നല്ല, പിന്നെ ഇംഗ്ലീഷിലെ ന്യൂ കിങ് ജെയിംസ് വേർഷനിലൊക്കെ വായിക്കുന്നത് യു ഹാവ് കെയർഫുള്ളി ഫോളോഡ് മൈ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടങ്ങുന്നത്. അതെല്ലാം തിമോഥെയോസ് സൂക്ഷ്മതയോടെ അനുകരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിമോഥെയോസ് ആരെ പോലെയായി? പൗലോസിനെ പോലെയായി എന്നുള്ളത് നാം കാണുകയാണ്. ഞാനിന്ന് പകൽ 15 ആയിരിക്കുമ്പോൾ ഓർത്തൊരു കാര്യമുണ്ട്. ശിഷ്യത്വത്തിൻ്റെ മഹത്വം സാക്ഷിച്ചുകൊണ്ട് ഇവർ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ശോഭിക്കുകയാണ്, പൗലോസും തിമോഥെയോസും. ഈ ബൈബിളിലെ പുതിയ നിയമത്തിലെ ശിഷ്യത്വം പൗലോസിനെയും തിമോഥെയോസിനെയും മാറ്റി നിർത്തി നമുക്ക് പഠിക്കാൻ പോലും പറ്റുകയില്ല. അതൊരു അപൂർണമായിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും കർത്താവ് നൽകിയ ഈ നിയോഗ നിർവഹണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. പിൽക്കാലത്ത് അങ്ങനെയുള്ള ശിഷ്യത്വത്തിൻ്റെ വിജയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇവർ എഴുതപ്പെട്ട തിരുവെഴുത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഏത് തലമുറയിലുള്ളവർക്കും ഈ സത്യം മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താനുള്ളതായ വലിയ അനുഗ്രഹം അതിനാൽ ലഭിച്ചു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കർത്താവ് നൽകിയ മഹാനിയോഗം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ എത്രയോ ഉന്നതമായ ആത്മീക നിലയിലേക്ക് ഉയർത്തുന്നതാണ്. എഫേസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തു എന്ന തലയോളം വളർത്തുന്നതാണ്. അപ്പോൾ ഈ മഹാനിയോഗം വളരെ ശരിയാവണ്ണം നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നതിൻ്റെ മഹത്വം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കുന്നതിൽ മാത്രമല്ല,
സുവിശേഷം അറിയിച്ച് രക്ഷിക്കപ്പെടുന്ന ആളുകളെ ആത്മീയമായി വളർത്തിയെടുക്കുന്നതിലും ഈ മഹാനിയോഗത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. 10ാമത്തെ കാര്യവും കൂടി പറഞ്ഞ് ഇന്ന് ഈ പാഠം ഞാൻ ഉപസംഹരിക്കട്ടെ. കർത്താവിൻ്റെ കാര്യം നോക്കുന്നതാണ് മഹാനിയോഗ നിർവഹണം. കർത്താവിൻ്റെ കാര്യം നോക്കുന്ന കാര്യം പറയുന്നൊരു പ്രവാചക പുസ്തകമുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ട് ഏതാണെന്ന്? സഖരിയ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ എൻ്റെ കാര്യം നോക്കണം എന്ന് യോശുവയോട് പറയുന്ന വാക്കുകൾ നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു പോകാം. മഹാനിയോഗവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. സഖരിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്തെന്നാൽ, സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. അവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ വിശദമായി ചിന്തിക്കുന്നില്ല. ഇതിൽ ചിലതൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊരു 3 കാര്യങ്ങൾ അവിടെ നിന്ന് ഓരോ വാചകത്തിൽ എടുത്തു പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ വഴികളിൽ നടക്കുന്നവരാണ് എൻ്റെ കാര്യം നോക്കേണ്ടത്. അത് ഈ വേദഭാഗം നൽകുന്ന അതിശക്തമായ സന്ദേശമാണ്. യെശയ്യാപ്രവാചകൻ പറയുന്നു, നാം ഓരോരുത്തരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു എന്ന് നമ്മൾ തെറ്റിപ്പോയ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വാക്കിവിടെ ചേർത്ത് പറയുകയാണ്. ഈ താന്താങ്ങൾക്ക് തോന്നുന്ന വഴിയിലൂടെ നടക്കുന്ന ആളുകൾ ആരുടെ കാര്യം നോക്കണ്ട? കർത്താവിൻ്റെ കാര്യം നോക്കണ്ട. കാരണം കർത്താവിൻ്റെ കാര്യം നോക്കുന്ന ആളുകൾ കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നവരായിരിക്കണം. അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ കാര്യം നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും? ഞാൻ എൻ്റെ വഴികളെ ശരിയാക്കണം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നു എന്നുള്ളത് ഞാൻ സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. വഴിതെറ്റി നടന്നിട്ട് തോന്നുന്ന പോലെ നടന്നിട്ട് കർത്താവിൻ്റെ കാര്യം ഒരാൾ നോക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ വലിയ പ്രമാണത്തിൻ്റെ മഹത്വം സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. രണ്ടാമത് ഞാൻ പറയുന്നത്, ഈ കർത്താവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വാക്യം നോക്കിയിട്ടൊന്ന് പറയാമോ? കർത്താവ് എൻ്റെ ആലയത്തെ പരിപാലിക്കുന്നതും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുന്നതുമാണ് ശരിക്കും കർത്താവിൻ്റെ കാര്യം. ഇനി ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് കണക്ട് ചെയ്യേണ്ട ഒരു വാക്യം നിങ്ങൾക്ക് അറിയാമായിരിക്കാം. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ പ്രവാചകൻ അവിടെ കർത്താവിൻ്റെ കാര്യം, എൻ്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ആലയത്തെ പരിപാലിക്കുന്നതും പ്രാകാരങ്ങളെ സൂക്ഷിക്കുന്നതുമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പുതിയ സഭയുള്ള ബന്ധം നാം ഉൾക്കൊള്ളുന്നതായ കാര്യം സഭയുടെ പരിപാലനവും സഭയോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ കാര്യം നോക്കുക എന്ന് പറയുന്നതിനാൽ അർത്ഥമാക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഒരു സഭയോട് ചേർന്നാണല്ലോ മഹാനിയോഗം ഏറ്റവും ശരിയായി നിർവഹിക്കാനായിട്ട്
സാധിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലം സഭയ്ക്ക് അത് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെയും നാം ആരുടെ കാര്യം നോക്കുകയാണ്? കർത്താവിൻ്റെ കാര്യം നോക്കുകയാണ്. അതുകൊണ്ട് ഈ വലിയ ഉൾക്കാഴ്ച എല്ലാ ഗൗരവത്തിലും സൂക്ഷിക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത് വിട്ടുള്ളതായ ഓട്ടം, വഴിതെറ്റിയുള്ള ഓട്ടം ഈ കാലഘട്ടത്തിൽ ധാരാളം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ അവിടെ നിന്ന് എടുത്ത് പറയുന്നു. കർത്താവിൻ്റെ വഴിയിൽ നടന്ന് കർത്താവിൻ്റെ കാര്യം നോക്കുന്നവരെ ആദരിക്കുന്നത് ആരാണ്? ശരിക്കും കർത്താവാണ് ആദരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു സത്യമാണ്. ഈ വാക്യത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒടുവിലത്തെ ഭാഗത്ത് ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ നാം വായിക്കുന്നത് I will give you places to walk among these who stand here. അപ്പോൾ ഇവരുടെ ഇടയിൽ നിനക്ക് ആഗമനം അനുവദിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്? കർത്താവാണത് ചെയ്യുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച ഒരു വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? നമ്മൾ സഭകളുടെ ക്രിസ്തു എന്ന പാഠം പഠിക്കുമ്പോൾ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത് തുടങ്ങുമ്പോൾ വെളിപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് പകൽ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഓർത്ത ഒരു കാര്യം, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാനും അധികാരമുള്ളവൻ നമ്മുടെ കർത്താവാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ യോശുവോട് പറയുകയാണ്, ഞാൻ നിനക്ക് ഇവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കും. ഞാൻ അനുവദിച്ചാൽ, ഈ വാക്യം കൊണ്ട് നമ്മൾ ചേർത്ത് ചിന്തിച്ചാൽ അതിനെ തടയാനായിട്ട് ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു പ്രചോദനം ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്, ഈ ഉൾക്കാഴ്ചയിലേക്ക് ഒരാൾ വന്നാൽ ഒരു വാതിൽ തുറക്കാനായിട്ടുള്ള അന്വേഷണമോ ശ്രമമോ ഒന്നും ആ ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായ ആവശ്യമില്ല. ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആശങ്ക തോന്നാം. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ കർത്താവ് തൻ്റെ പരമാധികാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഭംഗിക്കുറവൊക്കെ വന്നു പോകാൻ സാധ്യത ഉണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് ആഗമനം അനുവദിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരത് ഏറ്റവും പെർഫെക്റ്റായിട്ട് നിർവഹിക്കുവാൻ കഴിയും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഞാൻ ചേർത്തിങ്ങനെ പറയട്ടെ, മഹാനിയോഗ നിർവഹണത്തിൽ ഏറ്റവും ശരിയായി പോകണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ ആ ആൾക്ക് വേണ്ട എല്ലാ സഹായവും മഹാനിയോഗം തന്നവൻ ക്രമീകരിച്ച് ഒരുക്കി തരുവാൻ ഇടയായിട്ട് തീരും. കർത്താവ് തുറന്നു തരുന്ന വാതിൽ നമ്മൾ അനുസരണത്തോടെ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരികയുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, മഹാനിയോഗം എത്ര മഹത്തരമാണ്. അതിൻ്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് ഒട്ടുമേ വ്യതിചലിക്കുവാൻ ഇടയായിട്ട് തീരാതെ, എവിടെയെങ്കിലുമൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ വന്ന് ഏറ്റവും ശരിയായിട്ട് നമ്മുടെ തലമുറയിൽ അത് നിർവഹിക്കുവാൻ സാധിക്കട്ടെ. ദാവീദിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിലുണ്ടല്ലോ, ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അതുകൊണ്ട്
മഹാനിയോഗം ഭംഗിയായിട്ട് ദൈവത്തിന് പ്രസാദകരമായിട്ട് ഞാൻ നിർവഹിച്ചോ എന്നുള്ളത് ഞാൻ എൻ്റെ തലമുറയിൽ നോക്കിയാൽ മതി ഇല്ലേ. ഇനി ബാക്കി വരുന്നവരൊക്കെ അത് നോക്കൂല എന്നൊന്നും ഞാൻ ആശങ്കപ്പെട്ട് എൻ്റെ സമയം കളയേണ്ടതായ ആവശ്യം ഇല്ല. അത് അവർ നോക്കിക്കോളും. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ തലമുറയിൽ ഏറ്റവും ശരിയായി നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ. മുൻതലമുറ ചിലപ്പോൾ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടില്ലായിരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ കുണ്ഠിതപ്പെടേണ്ട ആവശ്യവും ഇല്ല. കാരണം അവിടെയെല്ലാം നമുക്ക് ക്രമപ്പെടാനുള്ളതായ അവസരം ദൈവം തരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മഹാനിയോഗത്തെക്കുറിച്ചൊരു ഔട്ട്ലൈൻ എന്ന നിലയിൽ നാം ചിന്തിച്ച ഈ 10 കൂട്ടം കാര്യങ്ങൾ എല്ലാ സൂക്ഷ്മതയോടും കൂടെ പാലിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇനി മഹാനിയോഗത്തെ സംബന്ധിക്കുന്ന കുറച്ച് വിസ്തൃതമായ ഒരു വിശദീകരണം നമ്മൾ അടുത്ത പാഠത്തിൽ ചിന്തിക്കണം എന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമെങ്കിലും അതിൽ ചിന്തിക്കാവുന്ന ചില സത്യങ്ങൾ ചേർത്ത് ചിന്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നിയോഗത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ഇതിലേക്ക് ക്രമപ്പെടാൻ ആവശ്യമുണ്ടെങ്കിൽ ക്രമപ്പെട്ട് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.